ശരിക്കും പറഞ്ഞാൽ ജനുവരി 16-ാം തീയതി കണ്ണൂരിൽ നിന്നും പയ്യന്നൂർക്ക് പോയ ഒരു പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു ദീപക്. അതേ ബസ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നു പ്രശസ്ത യൂട്യൂബ് ബ്ലോഗർ ഷിംജിത മുസ്തഫ. ഷിംജിതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അവർ IUML ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവർ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. ഒരു MA BEd കാരിയാണ്. യൂട്യൂബിലൊക്കെ അറിയപ്പെടുന്ന ബ്ലോഗറാണ്, ഇൻഫ്ലുവൻസറാണ്, ഇതൊക്കെയാണ്. അപ്പോൾ എന്നാൽ അടുത്ത് യാത്ര ചെയ്ത ദീപക് തന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ലൈംഗികമായി തൻ്റെ ശരീരത്തെ മുട്ടി, ദുരുദ്ദേശത്തോടെ പെരുമാറി എന്നൊക്കെ രീതിയിൽ പരാതി പറഞ്ഞുകൊണ്ട് അവർ 18 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതോടെ തുടക്കമാകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ അവർ തന്നെ പിൻവലിക്കുന്നു. അത് കഴിഞ്ഞ് അവർ കുറച്ച് വിശദാംശങ്ങളായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും ഷൂട്ട് ചെയ്തോളൂ, എക്സ്പ്രസ് ചെയ്തോളൂ. പക്ഷെ അതൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. പബ്ലിക് ഡീസൻസി, മൊറാലിറ്റി, നാഷണൽ സെക്യൂരിറ്റി, പ്രൈവസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ദീപകിന്റെ കാര്യത്തിൽ ഷൂട്ട് ചെയ്തു, പക്ഷെ ദീപകിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. എക്യൂസ്ഡ് ആണെങ്കിലും അയാൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഷിംജിതയ്ക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ ആരും കല്ലെറിയാതിരിക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാം. സോ ഈ ഡിഗ്നിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലിമിറ്റേഷൻ മനസ്സിലാക്കിയിട്ട് വേണം പോകണമെങ്കിൽ പോലീസിൽ കൊണ്ടുപോകണമായിരുന്നു, പരാതി കൊടുക്കണം. ഹായ്, നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇന്നലെ ഒരു എനിക്ക് തോന്നുന്നു ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു ഒരു 13-14 ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്ന തണുപ്പ്. അപ്പോൾ ഈ ഒരു തണുപ്പ് വരുന്നത്, ഈ തണുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമിൽ ഇങ്ങനെ കിടന്നപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് ഒരു തമ്പനയിൽ കണ്ടു. 24 ന്യൂസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ഷോ റീസ്റ്റാർട്ടഡ് ആണോ അതോ നേരത്തെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് കണ്ട തമ്പനയിൽ കൊടുത്തിരുന്നത് ഈ റീസെൻ്റ്ലി ഒരു അദ്ദേഹം മരിച്ചല്ലോ, ഒരു സ്ത്രീ വീഡിയോ എടുത്തു എന്ന പേരിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ 2 പേരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് സത്യം പറഞ്ഞാൽ വളരെ റോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ 2 പേരും തെറ്റുകാരാണോ എന്തോന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഓക്കെ, കാഴ്ചയിൽ നമുക്ക് ചിലപ്പം അവൾ തെറ്റ് ചെയ്തതായിട്ട് തോന്നാം, അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തതായിട്ട് പലർക്കും തോന്നാം, പല രീതിയിലും തോന്നാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ 2 കൂട്ടരുടെയും പേര് പബ്ലിഷ് ചെയ്യുന്നതോ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നതോ ഒന്നും ശരിയല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. ഞാൻ ആ ഒരു ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ആ ഷോയിൽ ശ്രീകണ്ഠൻ നായർ, പുള്ളിയുടെ പേര് പറയാം, പുള്ളി ചാനൽ നടത്തുകയാണല്ലോ, എൻ്റെ പേരും പറയാം, ഞാനത് നടത്തുന്നതാണല്ലോ എന്നുള്ളതുകൊണ്ട് പറയാം, എന്നാലും പറയാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോ ആയിരുന്നു. പുള്ളിക്കാരൻ അതിൽ പറയുന്നുണ്ട്, അതൊരു വ്യക്തമായിട്ടുള്ള കാര്യം ഇപ്പോൾ എന്തായാലും യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് ഇപ്പം നമുക്ക് മില്യൺ റീച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഓക്കെ, ഇപ്പോൾ യഥാർത്ഥ യൂട്യൂബ് ബ്ലോഗേഴ്സിന് എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 7.25 ലക്ഷത്തിൽ 5 ലക്ഷം കേരളത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ അവർ പെരുമാറുകയും അത് ഷൂട്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിന് പകരം അവരിങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു, വരുമാനം ഉണ്ടാകുന്നു എന്നുള്ള വേറെ കാര്യം. അത് നൽകുന്ന ഒരു വൃത്തികെട്ട സന്ദേശമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ പലരെയും എങ്ങനെ ആക്കുന്നു അങ്ങനെ ആക്കുന്നു എന്നൊക്കെ ഈ പറയുന്ന ചാനലുകാരും ഇതിലെ ഒരു ഭാഗം വഹിക്കുന്നുണ്ട് കേട്ടോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സോ മാത്രമൊന്നും അല്ല, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും വിഷ്വൽ മീഡിയ കാണിക്കുന്നവരാണെങ്കിലും ഈവൻ ന്യൂസ് പേപ്പേഴ്സ് ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവരെല്ലാം ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഈ വക കാര്യങ്ങളിൽ. അതായത് മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ ഇല്ലാത്തവനുണ്ട് എന്ന് പറയും, അവിടെ ഇല്ലാത്തവർ ഇവിടെ ഉണ്ടെന്നും ഇവിടെ ഇല്ലാത്തത് അവിടെ ഉണ്ടെന്നും പറഞ്ഞ് പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇവരൊക്കെ. നല്ല തണുപ്പുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ പുള്ളിക്കാരൻ എടുത്തെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. മിസ്റ്റർ 24 ന്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, സൈബർ ആക്രമണം ആരംഭിക്കുന്നു, ദീപകിനെ തിന്നാനും കൊല്ലാനുമായി സൈബർ പുലികൾ ഇറങ്ങുന്നു, റോസ്റ്റിങ് അല്ലെങ്കിൽ പൊങ്കാല എന്നൊക്കെ പറയുന്ന സാമൂഹിക വിപത്ത് അതോടെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് അഥവാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവരെല്ലാം ചെറിയൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, റീച്ചിന് വേണ്ടി. ഓക്കെ, റീച്ചിന് വേണ്ടി സത്യമാണ്, ചെറിയ പൈസയ്ക്ക് വേണ്ടി വളരെ വളരെ സത്യമാണ്, അല്ലെന്നൊന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ആളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്കും യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്, ഇതും പോരാഞ്ഞിട്ട് സ്വന്തമായിട്ട് ചാനൽ നടത്തുന്നുണ്ട്, എന്തും പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവരും ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്തിട്ടാണ് മറ്റുള്ളവരെയും കുറ്റം പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിയോട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ
വ്യക്തിപരമായി എനിക്കൊരു ദേഷ്യമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് പറയില്ല. ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, കാരണം ആ വീഡിയോയിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ, ആ നമ്മൾ തമ്മിലെന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പം ഈ മരിച്ച അയാളെക്കുറിച്ചും ആ ചെയ്ത സ്ത്രീയെക്കുറിച്ചുമാണ് അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതാണ് അപ്പോൾ സോറി കണ്ടൻറ്റ് അല്ല കോണ്ടൻറ്റ് അല്ലേ, അപ്പോൾ കോണ്ടൻറ്റ്, അവരുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് അതാണ്. ആ ഒരു കൊണ്ടുവന്ന സാധനങ്ങളെ വെട്ടക്ക് സാധനങ്ങൾ ഒന്ന്, അതെൻ്റെ അഭിപ്രായമാണല്ലേ. നിങ്ങളത് വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കണമെന്നില്ല. പക്ഷേ വളരെ മോശമായി സംസാരിക്കുന്നതിന് ഒരു ലെവലേശം ഒരു മാന്യത, മരിച്ചുപോയി എന്നുള്ളൊരു ഇതുപോലും കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അമ്മയും അച്ഛനും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈനാണ് അല്ലെങ്കിൽ ലൈവിലാണെങ്കിലും അങ്ങ് എടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഈ പറയുന്നത്. എന്തോ എനിക്ക് ഈ ചാനലടക്കം എല്ലാവരും ഈ ഒരു മരണം മുതലെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മരിച്ചുപോയ ആളെ ഇനിയെങ്കിലും വിട്, അത് കഴിഞ്ഞ് പുള്ളി ഇനിയെങ്കിലും വിട്ടുകളാ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങനെ ചർച്ചയുടെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് ഇവിടെ ഒരു കാര്യവും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു രണ്ട് ഭാഗത്തു നിന്നും രണ്ട് പേര് വെറുതെ ഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇങ്ങനെ മരിച്ചുപോയവരെയും ജയിലിൽ കിടക്കുന്നവരെയും ഒക്കെ കിടന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്നവരെ പറയുന്നതിലും തെറ്റില്ലെന്ന് ഞാൻ പറയും. കാരണം തെറ്റവരുടെ ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്ക് തോന്നുന്നു. ഇനി അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ സദയം ക്ഷമിക്കുക, അതേ പറയാനുള്ളൂ. പക്ഷെ തെറ്റ് ഉള്ളതായിട്ടാണ്, ഇൻറ്റൻഷനലി തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നോ വീഡിയോ പോലീസിനെ കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ കണ്ട പ്രോഗ്രാമിൽ അതൊക്കെയാണ് പറയുന്നത്, അതാണ് ചെയ്യേണ്ടതെന്ന്. ഞാനിതൊന്നും പറയുന്നില്ല, അവരെന്തോ ചെയ്തോട്ടെ. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെന്ന് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു, അത്ര എനിക്ക് പറയാനുള്ളൂ. അത് മോശമായിപ്പോയി. കാരണം വേറൊരു കാര്യം, അദ്ദേഹം ഈ പെണ്ണ് വീഡിയോ എടുക്കുന്നത്, സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കുന്നത് അദ്ദേഹം കണ്ടു എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കുന്നത്, അയാളെ വീഡിയോ എടുക്കുന്നത് അയാൾ കണ്ടു എന്നാണ് പറയുന്നത്. കണ്ടിട്ട് അയാൾ അടങ്ങി നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നിന്നൊരാൾ ഇവൾ വീഡിയോ എടുക്കുന്നു എന്നറിയാം, അറിഞ്ഞിട്ടും അയാൾ മനഃപൂർവ്വം കൊണ്ടുവന്ന് തട്ടത്തില്ല. നോർമലി ഒരു മനുഷ്യനാണെങ്കിൽ, അയാളൊരു സാധാരണക്കാരനും അയാൾ ജീവിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനുമാണെന്നാണ് പൊതുവേ നാട്ടുകാർക്കും വീട്ടുകാരും എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, സാമാന്യം ബോധമുള്ള ഒരുത്തൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തട്ടത്തില്ല. പിന്നെ നിങ്ങൾ തട്ടാനായി പോയി നിന്ന് തട്ട് മേടിച്ചിട്ട് അതൊരു വിഷയമാക്കിയതാണ് ഇപ്പോൾ പ്രശ്നമായത്. എന്തായാലും അദ്ദേഹം പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അകത്തുമായി, ഇനി അവരുടെ എന്തോന്നും നമുക്കറിയത്തില്ല, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാനിത് പറയാൻ വന്നില്ല. ഈ ഒരു ഷോ നടത്തിയിട്ട് ഷോയിൽ പുള്ളിക്കാരൻ മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്, ഇത് ജസ്റ്റ് വരുമാനത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റ് പല ചാനലുകാർക്കും ഇപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോടും ഒരു ചെറിയ ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഒരു 50% മിനിമം ഒരു 50% ആഡ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഉപയോഗിക്കുന്നവർ ചെയ്യുന്നുണ്ട്. അതായത് ചാനലുകാർക്ക് ഡയറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ തുച്ഛമായ പൈസ കൊടുത്താൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ആഡുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മൈജി അടക്കമുള്ള വലിയ സ്ഥാപനങ്ങൾ, കേരളത്തിലെ മൈജി അടക്കമുള്ള വലിയ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇത് കാണും. കാരണം മൊത്തം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ആധിപത്യം അവർ കൊണ്ട് നടന്നിരുന്നതാണ്, മൊത്തത്തിൽ അവർ ബൾക്കായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ. അതിങ്ങനെ വീതിച്ച് പോയപ്പോൾ അപ്പോൾ അവർക്കും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ആഡിൻ്റെയൊക്കെ റവന്യൂ എത്ര അവർ മേടിച്ചുകൊണ്ടിരുന്നതൊക്കെ ചിലപ്പോൾ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാവാം. അല്ലെങ്കിൽ മൊത്തം അവർക്ക് കിട്ടേണ്ടത് ഷെയർ പോയില്ലയോ കുറേ, അതിൻ്റെയൊക്കെ ഒരു വിഷമം കൊണ്ടാണ് പുള്ളിക്കാരനൊക്കെ അങ്ങനെ പറയുന്നത്. അതിന് പുള്ളിക്കാരനാണല്ലോ എൻ്റെ മുതലാളി അല്ലെങ്കിൽ എൻ്റെ ഒരു ഷെയർ ഹോൾഡർ എന്ന് എനിക്ക് തോന്നുന്നു. നല്ല പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കും മേ ബി. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം റീച്ചിന് വേണ്ടിയും അതിനുവേണ്ടി ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾ ചാനലുകാർ പറയുന്നത് പോലെ തന്നെ അവരും പറയുന്നുണ്ട്. അത് ന്യായമായ ഡയലോഗ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറയും. ഞങ്ങളൊക്കെ പറയും പോലെ തന്നെ ഇടയിൽ ഒരു ഉപ്പും പറയുന്നു എന്ന് പറയാനൊക്കെ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് പറ്റുമല്ലോ, നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ആ ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് കണ്ടിട്ട് ഇനി എൻ്റെ ഒരു ഭാഗവും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു പാർട്ടും കൂടെ. എന്തായാലും കൊള്ളാം. ആദ്യ ഭാഗം വളരെ മോശമായിരുന്നു. ഇനി രണ്ടാം ഭാഗം കൂടെ ഞാൻ കാണാതിരിക്കില്ല, കണ്ടു നോക്കട്ടെ എന്താ ഇവരൊക്കെ പറയുന്നതെന്ന് അറിയാമല്ലോ. ജസ്റ്റ് അന്ന് വെച്ചിട്ട് അത് കേട്ടിട്ട് ഞാൻ വന്ന് നിങ്ങളോട് പറയാൻ നിൽക്കില്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാതെ ഭയങ്കരമായ മോശമായിട്ട് തോന്നി. അത് കണ്ടിട്ട് അത്ര ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയോ സംതിങ് പോട്ടെ. പിന്നെ മരിച്ചു പോയി കഴിയുമ്പം ഒരാൾ നല്ലവനാവാം, മോശമാവാം, അതൊക്കെ
അയാൾ ഇന്നുവരെ ചെയ്തിട്ടുള്ള പോലെ ഇരിക്കും. ഇപ്പോൾ ഞാനൊക്കെ മരിച്ചു പോയാലും വളരെ മോശമായിരുന്നേ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അത് സത്യമായിരിക്കും. ഓക്കെ, സത്യമായതുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെ സത്യമായിരിക്കും എല്ലാവരും പറയുന്നത്. ആ വ്യക്തി ഒരു നല്ല മനുഷ്യനാണ് എന്ന് ആ സമൂഹവും അല്ലെങ്കിൽ അയാളെ അറിയാവുന്നവരും അയാളുടെ ഫ്രണ്ട്സും അയാളുടെ വീട്ടുകാരും അയാളുടെ നാട്ടുകാരും പറയുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം കാണും. അയാൾ അറ്റ്ലീസ്റ്റ് അയാളുടെ നാട്ടിൽ അല്ലെങ്കിൽ അയാൾ സഹകരിക്കുന്നിടത്തെല്ലാം വളരെ മാന്യമായിട്ടായിരിക്കും നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ഇല്ലാതാക്കി കളഞ്ഞത്. ആൻഡ് അത് വളരെ മോശമാണ്. എന്തായാലും നല്ല തണുപ്പ്, ഒരു കാപ്പി, ഒരു ഒരു സുലൈമാനി തേയിലവെള്ളം. ഞാനങ്ങനെ തേയിലവെള്ളം എന്നാണ് പറയാറ്, അല്ലെങ്കിൽ കട്ടൻ ചായ എന്നൊക്കെ പറയുന്നത്. ബട്ട് ഇവിടെ സുലൈമാനി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിലോട്ടും സുലൈമാനി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. നമുക്ക് അതർന്ന് ഇട്ട് കുടിച്ചാലോ, നല്ല തണുപ്പ്. എന്തായാലും ഒരു 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 3/4 ഗ്ലാസ് വെള്ളത്തിൽ. അപ്പോൾ എനിക്കൊന്ന് വെള്ളം തിളച്ചിട്ടുണ്ടേ, തേയില എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്തത് കുറച്ച് തേയില ഇതിനകത്ത് ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് 4 കലക്ക്. അപ്പോൾ കടുപ്പ് ഇത് മതിയായിരിക്കും അല്ലേ? ഇതിപ്പോൾ നമ്മുടെ തേയില അതി കിടപ്പുണ്ട്, ബട്ട് എങ്ങനെയുണ്ട്? കടുപ്പം കറക്റ്റാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നൈസ്. ഷുഗറും വലുതായിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. സോ നൈസ് കപ്പ് ഓഫ് ടീ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതൊക്കെയാണ്. നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് ആണെങ്കിലും, അത് യൂട്യൂബിൽ ആരെങ്കിലും പറയുന്നതാണെങ്കിലും, ഈവൻ ഞാൻ പറയുന്നതാണെങ്കിലും, നിങ്ങൾ കാണുന്ന മീഡിയ ചാനലുകാർ പറയുന്നതാണെങ്കിലും, ഇതൊന്നും 100% നിങ്ങൾ ഈ പച്ച വെള്ളം കുടിക്കുന്ന പോലെ വിശ്വസിക്കരുത്. അതൊന്നും വിശ്വസിക്കരുത്. എല്ലാം റീച്ചിന് വേണ്ടിയാണ്, എല്ലാവരും റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്, എല്ലാവരും കേട്ടോ. അപ്പോൾ ചിയേഴ്സ്. ആഹാ, കൊള്ളാം. ഏതവനാണോ ദാരിദ്ര്യവാസി എന്നും ഈ സമയമാകുമ്പോൾ ഇതേ ഹോണിട്ടടിയാണ്. ഇത് അവൻ ഹോണിട്ടടിക്കുന്നതാണോ അതോ ഇനി അവൻ്റെ അലാറം വർക്ക് ചെയ്യുന്നതാണോ, ആരെങ്കിലും വന്ന് വണ്ടി തൊട്ടിട്ട് വർക്ക് ചെയ്യുന്നതാണോ ഒന്നും അറിയാൻ പാടില്ല. ബട്ട് ഇറ്റ്സ് ടു മച്ച്. ഇത് സ്ഥിരം കേൾക്കുമ്പോൾ അയാൾക്ക് തന്നെ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടൂടെ? അത് എന്തോ വേണം, എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, നിങ്ങൾ ഈ കാണുന്ന മീഡിയാസ്, അതിപ്പോൾ ഈവൻ എൻ്റെ ആയാലും നാട്ടുകാരുടെ ആയാലും ആരുടെ ആണെങ്കിലും മീഡിയാസ് എന്ന് പറയുന്നതൊക്കെ 100% നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. സംഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഈ ചാനലിലെ വീഡിയോ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നത്, പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് എന്തോ എനിക്കിങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഫർദർ അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് ഞാൻ നാട്ടിൽ വെച്ചിട്ട് വാഹനങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. ഐ നോ നിങ്ങൾക്കത് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാഹനങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാനുള്ള മാർഗ്ഗമില്ല, നിർവാഹമില്ല. എനിക്ക് ആഗ്രഹമുണ്ടെന്നേ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിമിതികളുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെ സോറി, എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ എന്താ പറയുക, അത് നിർവഹിക്കാൻ പറ്റാത്ത വണ്ണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ട്രൈ, അതിനുവേണ്ടി ശ്രമിക്കാം. പല കണക്കൂട്ടലുകളും ഒക്കെയാണ് ഡെയിലി. അപ്പോൾ എന്തായാലും അത് സെറ്റാകും. നമുക്കൊരു 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് അതൊക്കെ സെറ്റാക്കാം. അത് സെറ്റാക്കി കഴിഞ്ഞിട്ട് മേ ബി വിത്തിൻ 4 അല്ലെങ്കിൽ 5 കൊല്ലം ഒക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ പ്രായമൊക്കെ ഒത്തിരി ആവത്തില്ലോ, ഏജാവും. ഞാനൊക്കെ ഏജാവും. 5 കൊല്ലം കൂടെ കടന്നു പോവല്ലേ, പിന്നെ എത്ര കാലം 5 കൊല്ലമാണ് പിന്നെ കാണത്തുള്ളായിരിക്കും. ഇപ്പോഴത്തെ പ്രായം എത്ര പോകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. സോ ഞാനങ്ങ് തിരിച്ച് നാട്ടിൽ വന്നിട്ടൊക്കെ സെറ്റപ്പായിട്ട് സന്തോഷത്തായിട്ട്, എനിക്ക് ഇനി ജീവിച്ചിരിക്കുന്ന എത്ര നാളെന്ന് അറിയത്തില്ല, അത്ര നാൾ മനസ്സമാധാനം സന്തോഷവും വേണം. ഈ മനസ്സമാധാനം സന്തോഷവും വേണമെങ്കിലേ ഈ കുറേ പേരൊക്കെ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു, പൈസ അല്ല മനസ്സമാധാനം കിട്ടുന്നതിൻ്റെയും സന്തോഷം കിട്ടുന്നതിൻ്റെയും ഒന്നും മാനദണ്ഡം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, പൈസയാണ്. നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് നിങ്ങൾക്ക് നിൽക്കാനും ജീവിക്കാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനവും കാണും, സന്തോഷവും കാണും. കാരണം വേറെ എന്താണ്, ഇന്ന് പൈസ ഉണ്ടെങ്കിൽ എല്ലാം മേടിക്കാൻ കിട്ടും, എല്ലാ പിണ്ണാക്കും മേടിക്കാൻ കിട്ടും, എന്ത് സാധനവും കിട്ടും. കാരണം പൈസ ഇല്ലാതെ ഇന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾ കരുതുന്നതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ പൈസ
നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രത്തോളം അതിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. സോ എല്ലാവരും എന്തായാലും നല്ലപോലെ പൈസ ഉണ്ടാക്കാനും, കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിരുന്നു കേട്ടോ. വളരെ അറിയാവുന്ന അടുത്തറിയാവുന്നവരോടൊക്കെ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ടെന്നേ, കാരണം അത്ര ഒരു അവസ്ഥയിലെത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പലരോടും, എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, തരാത്തതിൽ എനിക്ക് പരാതിയൊന്നുമില്ല, കാരണം നാളെ ഞാൻ ആർക്കും കൊടുക്കണ്ടല്ലോ, ഏത് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നിട്ടില്ല ആരും. അപ്പോൾ നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആരും നമുക്ക് ആ ഒരു ഫേവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്തിട്ടില്ല. ചെയ്തവരും ഉണ്ട്, അറിഞ്ഞ് ചെയ്തവരും ഉണ്ട്, അത് വേറെ കാര്യം. അത് വിരളിൽ എണ്ണാവുന്നതാണ്, വിരളിൽ 1-2 പേരുടെ കാര്യമേ ഉള്ളൂ അങ്ങനെ. ബാക്കി നമ്മളൊരു 100 പേരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ആ 100 പേരും തന്നിട്ടില്ല, ഒരാവശ്യത്തിന് അത്യാവശ്യത്തിന് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ എല്ലാവരും പൈസ അങ്ങോട്ട് സേവ് ചെയ്യുക, ആരും പൈസ അടിച്ച് പൊളിച്ച് കളയരുത്, നശിപ്പിച്ച് കളയരുത്, മാക്സിമം സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ സന്തോഷമൊക്കെ കിട്ടത്തില്ലേ, അല്ലെങ്കിൽ നമുക്കൊരു ഈ പൈസ അങ്ങ് ചിലവാക്കി കൊണ്ടല്ല സന്തോഷം കണ്ടെത്തേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അത് വേണം, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ചിലവാക്കാവൂ. ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിലവാക്കി അങ്ങ് തീർന്നു പോകരുത് ഈ സാധനം. ഇത് തീർന്നു പോയാൽ പേപ്പറും കഷ്ണമാണ്, പിന്നെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് ചിലപ്പോൾ പിന്നെ ഉണ്ടാവില്ല. സോ വലിയ സങ്കടമാണ് ഈ സാധനം കയ്യിലില്ലെങ്കിൽ. അതുകൊണ്ട് അത് സേവ് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈ.